ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ നോക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കണ ഈസി ആയിട്ടുള്ള ഗോതമ്പ് ദോശ തന്നെയാണ്, പക്ഷെ എന്നാൽ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു ഗോതമ്പ് ദോശ നമുക്കിത് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് 1-2 കപ്പ് എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ 1 കപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇളക്കാം. നല്ല കട്ട കൂടാണ്ടൊക്കെ ഇങ്ങനെ ഇളക്കണം. സാധാരണ ഗോതമ്പ് ദോശ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊരിവിത്താം. ദോശയ്ക്ക് കറിയൊന്നും കൂട്ടാണ്ട് ചട്നിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വെറുതെ ഒന്ന് ഇളക്കാം. വല്ലാണ്ട് കട്ട കൂടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒരു അടിയടിച്ചാൽ മതി. ഒരു നുള്ളുപ്പ് ചേർക്കാം, ദോശയ്ക്ക് ആവശ്യമുള്ള ഇളക്കാം. ദോശ വല്ലാണ്ട് കട്ടിയും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസായത് ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. ഇത് ജസ്റ്റ് ഒരു ദോശമാവിൻ്റെ പാകത്തിലായിട്ട് തന്നെ എടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എഗ്ഗ് ചേർക്കണം. ഒരു എഗ്ഗ് ആകുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ കുത്തെടുക്കില്ല. പിന്നെ ദോശ ഉണ്ടാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും ചെയ്യും. അല്ലെങ്കിൽ ഇതിങ്ങനെ കുഴഞ്ഞ് കിടക്കുമ്പോൾ കൊച്ചു കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി വയ്ക്കുക. അതിന് നമുക്ക് ഒരു എഗ്ഗ് എടുത്തിട്ട് ശരിയാക്കാം. എഗ്ഗ് എടുത്ത് ജസ്റ്റ് നമുക്ക് അതിനുശേഷം നമുക്ക് ഈ ദോശമാവിൽ തന്നെ ചേർക്കാം. വല്ലാണ്ട് കട്ട തോന്നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒരു കറക്കം, വലിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. കട്ടയ്ക്ക് ഉടഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള സബോള, പച്ചമുളകൊക്കെ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ സബോളയുടെ പകുതി മതി, നമ്മളൊരു കപ്പിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ സബോള വെച്ചാൽ ഒരെണ്ണം, ഇതിപ്പോൾ 3/4 സബോള നമുക്ക് എടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിയാം, 2 വറ്റൽമുളക്, വേപ്പില ചെറുതായി പൊട്ടിച്ചിട്ടുണ്ട്, ചെറുതായി നുറുക്കണം. പിന്നെ കടുകും എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. സബോള എടുത്ത് നമുക്ക് നല്ലോണം കനം കുറഞ്ഞിട്ട് അരിക്കാം. പിന്നെ ഞെട്ട് കളഞ്ഞ് സബോള അരിയുമ്പോൾ നല്ലോണം കനം കുറയ്ക്കണം. അപ്പം അല്ലെങ്കിൽ ദോശ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ദോശ പൊട്ടിപ്പോകും. നല്ലോണം കനം കുറച്ച് അരിഞ്ഞാൽ നല്ല അതിനോടുകൂടി യോജിച്ച് പൊക്കോളും. അതുപോലെ നല്ലോണം കനം കുറയണം. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിയും. വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞിട്ട് നമുക്ക് കടുകിടാം. 2
8 മണി കടുക് ഇട്ടാൽ മതി. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ കടുകിടാനായിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കോളും. പിന്നെ 2 വറ്റൽമുളക്, വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം വേപ്പിൻ്റെ ഇല ഇടാനായിട്ട്. പിന്നെ നമ്മൾ കനം കുറച്ച് കനം കൂടിയതുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. നല്ലോണം കനം കുറഞ്ഞിട്ട് വേണം ഇടാനായിട്ട്, അരിഞ്ഞിടാൻ. സബോള, പിന്നെ പച്ചമുളക്, ഇതിന് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ജീരകത്തിൻ്റെ പൊടിയോ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയാണ് ചേർക്കണം. വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ളു കുരുമുളകിൻ്റെ പൊടി, ഒരു എരിവ് കിട്ടാനായിട്ട്. പച്ചമുളകിൻ്റെ എരിവും വറ്റൽമുളകിൻ്റെ എരിവും ഉണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് എരിവ് കിട്ടാനായിട്ട് ചേർക്കാം. ഈ വറ്റൽമുളക് നീളം കൂടരുത്, എന്നിട്ട് ചെറുതായിട്ട് തന്നെ നുറുക്കിയിടണം. ഒത്തിരി നീളം കൂടിയുണ്ടാകുക കാരണം ഞാൻ പൊട്ടിച്ചിടണം. ഇത് നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവിലേക്ക് ചേർക്കാം. മൂത്തുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് ഗോതമ്പ് മാവിലേക്ക് ചേർക്കാം. ഇങ്ങനെ ഇളക്കി നിൽക്കണം, കരിയാണ്. നമ്മൾ എഗ്ഗ് ചേർത്ത നമ്മുടെ ദോശമാവ് നല്ല കട്ടിക്ക് ഉടഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ മൊരിച്ച് വെച്ച സബോള, പച്ചമുളക് ഇതൊക്കെ ഇതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. അതിലേക്ക് ഇപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ലെണ്ണയാണ് നല്ലത്. ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചട്ടി ഒന്ന് മുക്കി തുടയ്ക്കാനുള്ളത് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് തുടയ്ക്കാം. നല്ലെണ്ണയിൽ ദോശ ചൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് പശുനെയ്യ് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ദോശയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇതിൽ തൂകാത്തത് ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ നമുക്കിത് നെയ്യ് തൂകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് മറിച്ചിടാം. സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു എടുക്കുമ്പോഴൊക്കെ നല്ലൊരു സ്റ്റിഫിൽ ഒരു എഗ്ഗ് ചേർത്ത കാരണമാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. ഒരു സോഫ്റ്റ്നെസ്സും മാവിന് വരും, ഒരു ടേസ്റ്റും കൂടും. പ്യുവർലി വെജിറ്റേറിയൻസ് ആകുമ്പോൾ നമുക്ക് എഗ്ഗ് ഒഴിവാക്കാം. വെന്തിട്ടുണ്ട്, 2 വശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.